അനുമോൾ അങ്ങനെ എയർപോർട്ടിൽ വന്നു. ഹാർദവമായ വെൽക്കം. ഭയങ്കര ഗ്രേറ്റ് സെറമണി ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്. പൂമ്പാറ്റകളെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി പൂമ്പാറ്റകളെ പറ്റി നമ്മളുടെ അനുമോളെടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. ആവാം ആ കുട്ടി വിചാരിക്കുന്നത് എൻ്റെ അനിയത്തി കുട്ടികളാണെന്ന്. എൻ്റെ പൊന്നു കൊച്ചെ, സമൂഹത്തിൽ അതുങ്ങളെ അടുപ്പിക്കാത്തതായിട്ടൊന്നും അല്ല, ആരും അവരെ ചേർത്ത് പിടിക്കാത്തതുമില്ല. 2 പെൺകുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിൽ എന്താ പ്രശ്നം? ഒരു കുഴപ്പവുമില്ല. അവർ കാണിക്കുന്ന കന്നന്തിരിവ് ഉൾക്കൊള്ളാൻ വയ്യ എന്നാ പറയുന്നത്. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ അനുമോൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഇല്ല, അനുസരിക്കില്ല എങ്കിൽ ഈ കിട്ടിയതൊക്കെ തന്നെ ഇതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് നിൻ്റെ ലൈഫിൽ കിട്ടും. അത്രയേ ഉള്ളൂ. നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്, ആവശ്യക്കാരായ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന നിനക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ ചേർത്ത് പിടിക്കരുത്, ഇവരൊന്നിച്ച് നിൽക്കുന്നതായിട്ട് പോലും ഭാവിക്കരുത്. നിങ്ങൾ ഗെയിമിൽ സെപ്പറേറ്റഡ് ആയപ്പോൾ തന്നെ പെർഫോമൻസ് നടന്നു, പക്ഷേ ഇവളുടെ ഫീഡ്ബാക്ക് ഉണ്ടായത്, അതായത് ഇവള് ബാക്കിൽ നിന്നുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നീ ആ 5ലേക്ക്, അതായത് 7ലേക്ക് വരെ എത്തിയത് എന്നുള്ളത് വ്യക്തം. നീ 5ലേക്ക് എത്തേണ്ടതായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ 5th പൊസിഷൻ നീ കൈയടക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു ആഗ്രഹം. നിനക്ക് അതിനുള്ള കാലിബർ ഉണ്ട്, നീ അത്രയും ഏബിളായ ഒരു കുട്ടിയാണ്, നല്ല രീതിയിൽ നിനക്ക് നല്ല പെർഫോമൻസ് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷെ നിന്നെ നശിപ്പിച്ചത് നിൻ്റെ പാർട്ട്ണറാണ്. നിന്നെ ബിഗ് ബോസിൽ മാത്രമല്ല, ഫുൾ ലൈഫിൽ പറ്റിക്കുന്നത് അവളാണ്. ഒന്നും കൂടെ ആലോചിക്കുക, ഒന്നും കൂടെ ഇരുന്ന് ആലോചിക്കുക. നിങ്ങൾ സെപ്പറേറ്റഡ് ആകണമെന്നോ നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചില തെറ്റുകൾ ചെയ്യും, തെറ്റുകൾ തിരുത്താൻ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുക തന്നെ വേണം. ഗോ ബാക്ക് ടു യുവർ പേരൻസ്, സേ സോറി ടു ദം. ഇനിയും കൂടുതൽ വൾഗറാക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കരുത്. അതൊരു റിക്വസ്റ്റാണ്. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നേരിടും. അതെന്തുകൊണ്ടെന്നറിയാമോ? ആ ഉമ്മായും വാപ്പായും കേൾക്കാവുന്നതിൻ്റെ ഏറെ കേട്ട് കഴിഞ്ഞു. ഇനിയും കൂടുതൽ കിടന്നുണ്ടാക്കാൻ നിൽക്കാതിരിക്കുക. റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. 2 പേരുടെയും കയ്യിലിരിപ്പ് അത്രത്തോളം മികച്ചതായത് കൊണ്ടാണല്ലോ ഇമ്മാതിരി ചെയ്തത്. അനുമോൾ എന്ത് ചെയ്തിട്ടാണ് കുട്ടികളെ? നിങ്ങളെ എത്ര കരുതിയവള്? അവർ എവിടെയെങ്കിലും അനുമോൾ ഏതെങ്കിലും ഒരു പോർഷനിൽ പോയിരുന്ന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു മോശം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആദിലെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ജയിക്കാൻ ഏത് എക്സ്ട്രീം വരെയും പോകുമെന്ന്. അത് അവൾക്ക് പിന്നിൽ കൂടെ കുത്ത് കിട്ടിയെന്ന് ഉറപ്പിച്ചപ്പോഴാണ്. മാത്രമല്ല, അവൾ വന്ന് കോംപ്രമൈസ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? സോപ്പ് ഇടുകയാണ്, ഭയങ്കര സോപ്പിംഗ് ആണ്. നിന്നെയൊക്കെ അടുപ്പിക്കാൻ കൊള്ളില്ല എന്ന് നീയൊക്കെ വീണ്ടും വീണ്ടും തെളിയിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. പൂമ്പാറ്റകളാത്ര. നിങ്ങൾ പൂമ്പാറ്റകളൊന്നുമല്ല. ഒരു ചീവീടിനെ അറിയാമോ? ഭയങ്കര നാറ്റ, അതിനെ തൊട്ടാലേ നാറ്റ. അത് ചത്ത് വീണാലും നാറ്റം, അടുത്ത് കിടന്നാലും നാറ്റം, ഭയങ്കര നാറ്റ. ആ ഒരു സംഗതിയാണ് എനിക്ക് അതിനോടാണ് നിങ്ങളെ സിമിലർ ആക്കാൻ തോന്നുന്നത്. അത് തന്നെയാണ് നിങ്ങൾ. ഒരു രീതിയിലും അർഹതയില്ലാത്ത ഒരു സ്നേഹം ആ പെൺകുട്ടി നിങ്ങൾക്ക് തന്നു എന്നുള്ളതാണ് അവൾ ചെയ്ത തെറ്റ്. പാവം. സേ സോറി ടു ഹർ. അത് ഓപ്പൺലി സേ. അതാണ് ശരി, അതാണ് അതിൻ്റെ നടപടി. ഇനി ലക്ഷ്മിയുമായിട്ട് അനുമോൾ നിൽക്കുന്ന ഒരു പോർഷൻ പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷ്മിയുമായിട്ട് നിൽക്കുമ്പോൾ തന്നെ അവൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. അത് ഐ തിങ്ക് അവൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവും. ശൈത്യ മാത്രമല്ല, ഈ പെമ്പുള്ളരും എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടെന്നുള്ളത്. ഒക്കെ ഇപ്പോഴായിരിക്കും കാര്യം പിടികിട്ടിട്ടുണ്ടാവാം. എനിവേ, മനസ്സിലായ സ്ഥിതിക്ക് ഇനിയും ഇവരുമായി കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ നമ്മൾ ജാസ്മിൻ ജാഫറിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ആ പെണ്ണ് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് എന്താ, ലൈഫ് വളരെ ഹൊറീബിളായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെയൊക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സന്തോഷമൊന്നും തോന്നാറില്ല പിള്ളേരെ, സത്യം പറയാമല്ലോ. നമുക്കൊക്കെ ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. കാലിബറുള്ള നല്ല കേപ്പബിലിറ്റിയുള്ള കുഞ്ഞുങ്ങളൊക്കെ പോയി ഇങ്ങനെ മോശം കൂട്ടുകെട്ടിൽ വീണ് ഒന്നുമല്ലാതാകുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായമല്ലേ, എങ്ങനെ അത് സഹിക്കാൻ പറ്റും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേദന തോന്നാറുണ്ട്, വിഷമം, വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മികച്ചത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആദിലയും നൂറയും. ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു ആദ്യം, പിന്നീട് അത് വന്നു ചേർന്നതായി ഈ ഒരു അവസ്ഥയിലാണ്. സ്വന്തം പേരൻസിനെ മിസ് ചെയ്യുന്നുണ്ട്, പേരൻസ് കാണണമെന്നുണ്ട്, പേരൻസ് സിബ്ലിങ്സിനെയൊക്കെ കാണണമെന്നുണ്ട്. പക്ഷേ കണ്ടിടത്തൊക്കെ പോയിരുന്ന് സിബ്ലിങ്സിനെയും പേരൻസിനെയൊക്കെ തെറി പറയുമ്പം അവരെ വേണമെന്നുള്ളൊരു ഓർമ്മ മറന്നുപോയി എന്ന് തോന്നുന്നു. ഏതായാലും ഞാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് അറിയാത്ത, മനസ്സിലാകാത്ത, ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ തന്നെ ഇവർക്ക് എഗൻസ്റ്റ് ആണെന്നുള്ള തിരിച്ചറിവില്ലാതെ ഈ കുട്ടികൾ ഏതോ ഒരു സ്വപ്ന ലോകത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാൻ ഭംഗിയുള്ള, നല്ല എബിലിറ്റിയുള്ള 2 കുട്ടികൾ. അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇപ്പം ഇങ്ങനൊരു വിഷയമുണ്ടെങ്കിൽ തന്നെ ഇത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പ്രശ്നത്തിനെ ആളുകൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് കിട്ടിയ ഒരു മീഡിയം, അവിടെ നിങ്ങൾ കാണിച്ചത് എഡ്യൂക്കേഷൻ അല്ല, പകരം കുത്തിത്തിരിപ്പും കുന്നായ്മയും കൂടെ ഉള്ളവരെ കുതികാല് വെട്ടുക എന്നുള്ളൊരു ഫോമാണ് നിങ്ങളവിടെ ചെയ്തത്. അത് തന്നെയാണ് നിങ്ങൾ ചെയ്ത ലൈഫിൽ ചെയ്ത മിസ്റ്റേക്കും അത് തന്നെയാണ്.
ദയവ് ചെയ്തിട്ട് അനുമോളുടെ 7 അയലത്തേക്ക് പോകാതിരിക്കുക. കൊച്ചവിടെ ജീവിച്ചോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നുള്ളത്. സ്നേഹം നടിച്ചുകൊണ്ട് നീ എന്ന് പറഞ്ഞ് കിണിച്ചോണ്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ 100% അവൾ അക്സെപ്റ്റ് ചെയ്യും. എന്തിനാണ് ആ കുട്ടിയുടെ ലൈഫ് റൂയിൻ ചെയ്യാനായിട്ട് അങ്ങോട്ട് തള്ളി കയറാതിരിക്കുക. ലെസ്ബിയൻ ആണെന്ന് വരെ അതിനെ പറഞ്ഞിട്ടുണ്ട് ആദില. ഇതൊക്കെ അനുമോൾ അറിഞ്ഞിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എപ്പോഴെങ്കിലും എന്നെ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചേരിക്ക് പണിയെ നിങ്ങൾക്ക് ഇട്ട് അതിനകത്ത് തർക്കമേ വേണ്ട. നിങ്ങൾ തിരിഞ്ഞു നോക്കാത്ത തക്കവണ്ണം ഞാൻ അനുമോളടുത്ത് പറഞ്ഞു കൊടുക്കും. ഒരു മാറ്റവും ഇല്ല. കാരണം നിങ്ങളത് ആപ്റ്റായിട്ട് അത്രത്തോളം നികൃഷ്ടതരമായിട്ടാണ് ആ കുട്ടിയെടുത്ത് പെരുമാറിയിട്ടുള്ളത്. അതുപോലെ ശൈത്യ സൗഹൃദത്തിൽ ഒരു കാരണവശാലും സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടർ ശൈത്യയെ പോലെയാണ്. നമ്മൾ ഇതാരോ എനിക്കൊന്ന് അനന്തമാണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നത്. ശൈത്യ എന്ന് പറയുന്നത് അസൂയയുടെ മറ്റൊരു മുഖമാണെന്ന്. ഒരിക്കലും അല്ല, അസൂയയല്ല. ഇങ്ങനെ ഒരു സൗഹൃദത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി പാടില്ല. നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശൈത്യയെ ഓർക്കുക. ശൈത്യയുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആ സുഹൃത്തിനുണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്യുക. കാരണം അത്രത്തോളം വിശ്വാസവഞ്ചകിയാണ് ആ സ്ത്രീ. എത്രത്തോളം മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അനുമോൾക്കെതിരെ അവൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, ആ ഫംഗ്ഷനിൽ അത്രയും വലിയ മീഡിയ, അത്രയും ആൾക്കാർ ഉത്സാഹത്തോടെ നിൽക്കുന്ന ആ ഒരു സെക്ഷനിൽ നിന്ന് അവൾ കാണിച്ച പെർഫോമൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അതവർ ഏഷ്യാനെറ്റിൽ ലൊക്കേറ്റ് ചെയ്ത് പബ്ലിക്കിന് ഇട്ടുകൊടുത്തത്. ഈ റീ എൻട്രിയോടുകൂടി ശൈത്യ വിചാരിച്ചു അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത് അനുമോളെ അങ്ങ് തീർത്തിട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു. തെറ്റിപ്പോയി എന്ന് മാത്രവുമല്ല, സ്വന്തമായിട്ട് നശിപ്പിക്കപ്പെട്ട് പുറത്തേക്ക് വന്നു. ഒരുപക്ഷെ 1 മാസം കൂടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ ഇതൊക്കെ മറന്നിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. പക്ഷേ ഇപ്പോൾ ശൈത്യയ്ക്ക് മുഖം കാണിക്കാൻ പറ്റാത്ത തക്കവണ്ണം സൈബർ ബുള്ളിങ്ങും അത്രത്തോളം, അതിനി എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. കട്ടപ്പ എന്ന് മാത്രമല്ല അസൂയക്കാരിയാണെന്നുള്ള പേരും കൂടെ അങ്ങോട്ട് സ്ഥാപിച്ച് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ അർഹിക്കുന്ന സംഗതി തന്നെയാണ്. അതിനകത്തൊന്നും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഏതായാലും ഈ ഷോ കൊണ്ടുള്ള ഒരേ ഒരു ലാഭം, സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്നും മൗനം വലിയൊരു ആയുധമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും പറയുന്ന കണക്ക് ഈ ഒരു ബിഗ് ബോസ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാ തവണയും പറയുന്ന കണക്കല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ ആയിരുന്നു ഈ 7. ഇത്രയും ഭംഗിയായി ഇത് അവസാനിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നമ്മളെ ഉള്ളിലേക്ക് ഇറങ്ങി നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നിയ ആദ്യത്തെ ഷോയാണ്. ഇതിന് മുമ്പൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുമല്ല അഖിൽമാരുടെ ഷോ അടിച്ചുകൊല്ലാൻ തോന്നുമായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ സന്തോഷം തോന്നിയ ഒരു ഷോയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.